തുടങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സെലിബ്രിറ്റികളെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സർക്കിളിലേക്ക് കയറൂ. ഞാൻ അവരെ എല്ലാവരെയും ഈ ചുവന്ന സർക്കിൾക്കുള്ളിലാക്കി അവസാനം വരെ ഇതിൽ നിൽക്കുന്ന ആൾ $1 മില്യൺ വിജയിക്കും. ആ $1 മില്യൺ വിന്നർക്ക് ഇഷ്ടമുള്ള ചാരിറ്റിക്ക് സംഭാവന ചെയ്യാം. ഓക്കെ, ഗെയിം തുടങ്ങിക്കഴിഞ്ഞു. റെഡ് ലൈനിന്റെ ബാക്കിൽ നിൽക്ക്. കാണാൻ പറ്റിയതിൽ സന്തോഷം മാൻ. ഞാനൊരു ഫാനാ. സന്തോഷമുണ്ട്. ഞാൻ ഷോ കാണാറുണ്ട്. ഇംപ്രാക്ടിക്കൽ ജോക്കേഴ്സ് എപ്പോഴും കാണാറുണ്ട്. ഞാൻ ജോഷ്. മാസേ, പരിചയപ്പെട്ടതിൽ സന്തോഷം. എനിക്ക് ഇഷ്ടമാണ്. വലിയൊരു ഫാനാ. എന്താ മ്യൂസീഷ്യൻ കോർണർ ആണോ? ഞങ്ങളിപ്പോ അതാണ് പറഞ്ഞോണ്ടിരുന്നത്. ഒരാൾ മാത്രമല്ല, ലോക പ്രശസ്ത പോപ്പ് റോക്ക് ബാൻഡായ 5 Seconds of Summerലെ 4 പേരും നമുക്കൊപ്പമുണ്ട്. നമുക്കൊരു DJ കോർണർ കൂടി ആയാലോ? കൂടെ ഡിപ്ലോയും ദ ചെയിൻ സ്മോക്കേഴ്സും ഉണ്ട്. ഇവരുടെ പാട്ടുകൾ മാത്രം 50 ബില്യണിലധികം തവണ പ്ലേ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഭിമാനം നിലത്തിരുന്ന് എന്തോ മൈൻഡ് ഗെയിംസ് കളിക്കാൻ നോക്കാണ് തോന്നുന്നു. എനിക്ക് ബാത്റൂമിൽ ഒന്ന് പോണം. എനിക്കും. നിങ്ങൾ കുറെ സീൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ണിൽ ഹോട്ട് സോസ് ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹോക്കി പക്കുകൾ കൊണ്ട് ഇടി കിട്ടുന്നതും മൂക്കിലൂടെ വസാബി വലിച്ചു കയറ്റുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ണിൽ ഹോട്ട് സോസ് ഒഴിക്കാൻ പറഞ്ഞാൽ ചെയ്യോ? ഏത് ഹോട്ട് സോസ് ആണെന്ന് നോക്കണം. പുള്ളിയുടെ ആ റെസ്പോൺസ് തന്നെ സീനാണ്. ഒരു യൂട്യൂബ് വീഡിയോയിൽ ഇത്രയധികം സെലിബ്രിറ്റികളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പക്ഷെ ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യത്തിൽ നിങ്ങളുടെ മിടുക്ക്. ഈ സെലിബ്രിറ്റികളെല്ലാം എന്റെ 10 എപ്പിസോഡുള്ള ബീച്ച് ഗെയിംസ് എന്ന സീരീസിൽ നിന്നും ഇൻസ്പയർ ആയ ചാലഞ്ചുകളാണ് പങ്കെടുക്കാൻ പോകുന്നത്. ഇതിന്റെ സീസൺ 2 ഇപ്പൊ പ്രൈം വീഡിയോയിൽ ലഭ്യമാണ്. ആദ്യത്തെ ഗെയിം തുടങ്ങാം. അല്ല, കളി തുടങ്ങാനുള്ള സമയമായി. ബോൾ തുറക്കൂ. അവിടെ ഒന്നല്ല, 5 അടിപൊളി കാറുകളാണ്. $250,000 വിലയുള്ള ലാംബോർഗിനിയും ഉൾപ്പെടെ. അതൊരു രക്ഷയുമില്ലല്ലേ? ആ ലെംബോയുടെ സൗണ്ട് സീനാണ്. ഒന്നാമത്തെ ഗെയിം ഇതാണ്. ഈ 5 ഹൂപ്പുകളിൽ ഏതെങ്കിലും ഒന്നിലൂടെ ഡോഡ്ജ് ബോൾ എറിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഫാനിന് ഞങ്ങൾ ആ കാറ് നൽകും. എന്റെ ദൈവമേ, അതെ, നിങ്ങളുടെ ഏറ്റവും വലിയ ഫാൻ ഇവിടെയുണ്ട്. നിങ്ങൾ 30 പേർക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ഫാനിന് ഒരു ഫ്രീ കാർ നൽകാൻ ഉള്ള ഒരു അവസരമാണിത്. പക്ഷേ നിങ്ങൾ മുന്നോട്ട് വന്ന് ബോൾ എറിഞ്ഞിട്ട് അത് ആ സർക്കിളിലൂടെ പോയില്ലെങ്കിൽ നിങ്ങൾ എലിമിനേറ്റഡ് ആകും. സർക്കിൾ ഓപ്പൺ ചെയ്യൂ. സർക്കിള് തിരിച്ചു വന്നോ? ഇതിലേക്ക് കാലെടുത്ത് വെച്ചാൽ ഒഫീഷ്യലായി. അപ്പൊ സ്വന്തം ഫാനിന് ഒരു കാർ നേടിക്കൊടുക്കാൻ എലിമിനേഷനും $1 മില്യൺ റിസ്ക് എടുക്കാൻ ആരാണ് തയ്യാറാകുന്നത്? ഞാൻ ചെയ്തോളാമേ. ഓ, പുള്ളി ചെയ്യാൻ പോവാണ്. കമേഡിയൻ ജയ് ഫെറോണ് നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി. അദ്ദേഹത്തിന്റെ ഫാനിനെ കൊണ്ടുവരും. ഇതാ കക്ഷി. എന്തൊക്കെയുണ്ട് ജയ്? എന്താ വിശേഷം? ഇനി അവന് വേണ്ടി ഏത് കാറാണ് ജയിക്കാൻ പോകുന്നത്? കണ്ടാലേറിയാം ലാംബോർഗിനിയാണ് ഏറ്റവും ദൂരെ. അത് മതി. ആ ടെസ്ലയാണ്. അവന് എന്താ ചെയ്യേണ്ടത്? കെവിന്റെ ശക്തിയിൽ അടിക്കണോ? എന്ത് മണ്ടനാ അത് കാര്യാക്കണ്ട. ജയ് 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 ജയ്. ദൂരം പോയില്ല. ഇങ്ങനെ ആകുമെന്ന് എനിക്കറിയായിരുന്നു. ആവശ്യത്തിന് ശക്തി ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആദ്യത്തെ എലിമിനേഷൻ. പോർട്ടൽ തുറക്കൂ. സ്വർഗത്തിൽ എത്തിച്ചല്ലോ. ഒരു സെലിബ്രിറ്റി പോയി 29 പേര് ബാക്കിയുണ്ട്. അടുത്തത് ആരാണ്? ഓ വേണ്ട, ഞങ്ങൾക്ക് വയ്യ. ഓ, ശരിക്കും 5 Seconds of Summerലെ കാലം ഇതൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. ഫാൻ ഇവിടെയുണ്ട്. ഒന്നുമില്ലെങ്കിൽ അവൾക്കൊരു കാർ നേടിക്കൊടുക്കാം, അല്ലെങ്കിൽ പുറത്താകാം. പ്രഷറൊന്നുമില്ല. ഇത് 5 Seconds of Summer ഫാൻസിന് വേണ്ടിയാണ്. നിനക്ക് പറ്റും, ശ്രദ്ധിച്ചു മതി. അത് കൊള്ളാം. ഓ, ലൈൻ കൃത്യമായിരുന്നു. ലൈൻ കൃത്യമായിരുന്നു. അടുത്തെത്തി. ഞങ്ങളുടെ വാഹനം കാത്തു ബേബ്. നല്ല ധൈര്യമുണ്ട്. കൂടുതൽ സെലിബ്രിറ്റികൾ അവരുടെ അവസരം പരീക്ഷിച്ചു. ഞാൻ പോവാ. കാര്യമായിട്ടോ? എലിമിനേഷനുകളുടെ എണ്ണം ഓ അയ്യോ, കൂടിക്കൊണ്ടേയിരുന്നു. നീ ഒന്ന് കൈ വീശ പോലും ചെയ്തില്ലല്ലോ. ഞാൻ നിനക്ക് കുറച്ച് ഊബർ പാസുകൾ തരാം. ഈ സെലിബ്രിറ്റികളിൽ ഒരാളെങ്കിലും അവരുടെ ഫാനിന് കാർ നേടിക്കൊടുക്കും. എനിക്ക് പ്രഷർ വേണം. ഞാൻ ചെയ്യാൻ പോവാ. ഓ, പുള്ളിക്ക് അത് വേണം ധ്രുവ, എന്നെ നിരാശപ്പെടുത്തരുത്. എന്ന് ഞാൻ സംശയിക്കുകയാണ്. അയ്യോ, നമ്മളൊരു ചെയിൻ സ്മോക്കറിൽ എത്തിയല്ലോ. ഞാനൊരു കൈ നോക്കാന്ന് വിചാരിക്കുന്നു. എപ്പോഴും നീ ചെയ്യാൻ പോകണം. ഓക്കെ, അവൻ ചെയ്യാണ്. ഒരു കാര്യം ഭയങ്കര എനിക്ക് ഈ കാറുകളിൽ ഒരെണ്ണെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ട്. 5-ൽ 0 ആവാൻ പറ്റില്ല. Come on, Deep. നിനക്ക് പറ്റൂ. ഞാനാണ് കാരണം തോന്നുന്നു. ഞാൻ ഇവിടേക്ക് മാറി നിന്നോളാം, പിന്നെ തിരിഞ്ഞു നിൽക്കാം. ഡിപ്ലോ തന്റെ ഏറ്റവും വലിയ ഫാനിന് ഒരു കാർ നേടിക്കൊടുക്കുമോ? അവനതിട്ടു. ഞാനിപ്പോ പറഞ്ഞത് ശരിയായില്ലേ? ഞാനാണ് കാരണം. നീ സെറ്റാണ്. ഡിപ്ലോ കളിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഒരു കാർ കിട്ടി. ഒരു കാർ കിട്ടി. ഇങ്ങനെയാണ് ജയിക്കേണ്ടത്. ആദ്യത്തെ ഗെയിം അവസാനിച്ചു. രണ്ടാമത്തെ ഗെയിമിനായി എല്ലാവരും റെഡി ആയിക്കോളൂ. ഇതത്ര എളുപ്പാവില്ല. എളുപ്പോ? എളുപ്പം എന്നതുകൊണ്ട് എന്താ ഈ ഉദ്ദേശിക്കുന്നത്? സർക്കിളിനകത്ത് ഒന്നും തന്നെ എളുപ്പമാകാൻ പോകുന്നില്ല. ഞാൻ ഇതിനു വേണ്ടി 1 മണിക്കൂർ കഷ്ടപ്പെട്ടതാ. ഈ സെലിബ്രിറ്റികൾ അവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത്ര അൺകംഫർട്ടബിൾ ആയ മനഃപൂർവ്വം ചെയ്തതല്ല. പ്ലീസ് പ്ലീസ് മാൻ. ക്രൂരമായ കണ്ണു ചിമ്മുക പോലും സ്റ്റീവോ ചെയ്യരുത്. ഭീകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്.
ഇതിനു വേണ്ടി എന്റെ ലൈഫ് മൊത്തം കാത്തിരിക്കുന്നേ. ആരെങ്കിലും ഒരാൾ അശ്രദ്ധ കാണിക്കും. തുടക്കത്തിൽ തന്നെ ഒരാൾ അശ്രദ്ധ കാണിക്കും, പുറത്താവും. എനിക്ക് ആളുകളെ ആ ചുവന്ന സർക്കിളിലേക്ക് തള്ളിവിടാൻ തോന്നുന്നു. എനിക്കറിയാം, ആലോചിച്ച് നോക്ക്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കുന്നത് നമ്മൾ